ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ വെയർ ആൻഡ് ഹാവിംഗ് ക്ലോസ്. ഓക്കെ, സോ ബേസിക്കലി ഈ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ SQL യൂസ് ചെയ്യുന്നത് ഒരു ടേബിളിലെ ഡാറ്റ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വെയർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ റോസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹാവിംഗ് യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പ്സ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, സോ ഈ ഗ്രൂപ്പ്സ് എങ്ങനെ ഉണ്ടാവുന്നത് വെച്ചാൽ നമ്മൾ അഗ്രിഗേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. സോ ഹാവിംഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ അഗ്രിഗേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നമ്മൾക്ക് ആദ്യം നമ്മൾക്ക് ഡെഫിനേഷൻ നോക്കാം. ബോത്ത് വെയർ ആൻഡ് ഹാവിംഗ് ആർ യൂസ്ഡ് ടു ഫിൽട്ടർ ഔട്ട് ഡാറ്റ ഇൻ എ ടേബിൾ. Where is used to filter individual rows before grouping. Having is used to filter out groups after the group by clause. Having is used when aggregation functions is ഇതാണ് ഡെഫിനേഷൻ. ഇത് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഡോക്യുമെന്റ് ആഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഈ ഡെഫിനേഷൻ ആഡ് ചെയ്യാം. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. സെലക്ട് എനിക്കൊരു എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. ഇവിടെ കോളംസ് എംപ്ലോയി ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെന്റ്, സാലറി, ജോയിൻ ഡേറ്റ്, മാനേജർ ഐ ഡി ആൻഡ് ജെൻഡർ. ഓക്കെ, സോ ഇതിൽ നമ്മൾക്ക് 50,000 മുകളിൽ സാലറി വാങ്ങുന്ന ആൾക്കാരെ മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കണം. അപ്പോഴും നമ്മൾ വേർ കണ്ടീഷൻ യൂസ് ചെയ്യാണ്. വേർ സാലറി ഗ്രേറ്റർ ദാൻ 50,000. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് സാലറി 50,000 താഴെ കുറവുള്ളവരൊക്കെ റിമൂവ് ചെയ്തു, 50,000 മുകളിൽ സാലറി ഉള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തു. സോ ബേസിക്കലി 50,000 താഴെയുള്ള എല്ലാ റോവും നമ്മൾ ഓക്കെ. സോ ഇനി നമ്മൾക്ക് ഗ്രൂപ്പ് ബൈ നോക്കാം. സോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ നമ്മൾക്ക് ഒരു ടേബിൾ ഉണ്ട്, ഒരു കോളം ഉണ്ട് ഇതിനകത്ത്. സോ count star from employees. അഗ്രിഗേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യണം. ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സോ ആദ്യം ഇതിന്റെ ഔട്ട്പുട്ട് എന്താന്ന് നോക്കാം. ഓക്കെ, ബേസിക്കലി ഇതിന്റെ ഔട്ട്പുട്ട് എന്താന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ബേസിക്കലി കൗണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ് കൗണ്ട് ചെയ്യാണ്. ഓക്കെ, ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര റോസ് ഉണ്ടായിരുന്നു എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് ആയിട്ടുള്ള 3 റോസ് ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് ആയിട്ടുള്ള 3 റോസ് ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് IT ആയിട്ടുള്ള 2 ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് HR ആയിട്ടുള്ള 2 ഉണ്ടായിരുന്നു. നമ്മൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. ഓക്കെ, സോ സെയിൽസ് 3. ഓക്കെ, നമ്മൾക്ക് നോക്കാം. സെയിൽസ് 1, 2, 3 3 സെയിൽസ് ആണുള്ളത്. ഓക്കെ, സോ ഹാവിംഗ് യൂസ് ചെയ്യുന്ന ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും നമ്മൾക്ക് ഇത് ഗ്രൂപ്പ് ആയതാണ്. ഓക്കെ, സെയിൽസിന്റെ 3 ഉണ്ടായിരുന്നു, മാർക്കറ്റിംഗ് 3 ഉണ്ടായിരുന്നു, IT 3 ഉണ്ടായിരുന്നു. ഇങ്ങനെ അഗ്രിഗേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാവിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാവിംഗ് ക്ലോസ് യൂസ് ചെയ്യണം. ഹാവിംഗ് കൗണ്ട് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, അപ്പോഴെന്താണ് കൗണ്ട് സ്റ്റാർ 2 മുകളിലുള്ളത് മാത്രം ഫിൽട്ടർ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾക്ക് എക്സാമ്പിൾ ലെസ് ദാൻ ഇട്ട് കൊടുത്താൽ 0 ആണ്. ഓക്കെ, സോ രണ്ടിനെക്കാളും താഴെയുള്ള ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ലെസ് ദാൻ ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ നമ്മൾക്ക് 2 ഉള്ളത് വരും. ഓക്കെ, സോ ഇതാണ് ബേസിക് ഡിഫറൻസ് വെയർ ആൻഡ് ഹാവിംഗ് തമ്മിലുള്ള. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.